ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹേഷിനോട് വിനോദ് പറയാനായിട്ട് തിരി മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തോ ഒരു ഷോക്ക് ഏറ്റിട്ടുണ്ട്. ഫ്ലാറ്റിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഏട്ടൻ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്താൻ നോക്ക്. ശരി, എന്നാൽ ഞാൻ രാത്രിക്കത്തെ ഫ്ലൈറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് മഹേഷ് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മഹേഷ് ഫോൺ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൈലാസിനെയാണ്. കൈലാസിന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മഞ്ജിമയും സ്വപ്നവലിയും കൂടെ വരികയാണ്. അപ്പോഴാണ് മഹേഷ് പറയുന്നത് പെട്ടെന്ന് മഹേഷല്ല കൈലാസ് പറയുന്നത് അതെ പെട്ടെന്ന് വായു നമുക്ക് കാറ് താഴെ വന്ന് നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയും. പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരികയാണ്. അയ്യോ അതേ പ്രകാശ് വിളിക്കുന്നുണ്ടല്ലോ. ഹലോ പ്രകാശ്, എന്താ നീ എന്നാ നാട്ടിൽ നിന്ന് എത്തിയത്? ഇന്ന് എത്തിയോ? അതെ. അപ്പോൾ എന്ത് ചെയ്യും? എനിക്ക് നിന്നായിട്ട് എന്തായാലും സംസാരിക്കണം. ആ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ. ഇന്നോ? ഇപ്പോഴെനിക്ക് ഞാൻ അമ്മനെയും ഭാര്യയും കൂടെ ഒരു സിനിമയ്ക്ക് പോകാൻ ഇറങ്ങാൻ നിൽക്കുകയാണല്ലോ. ഇന്ന് തന്നെ നീ തിരിച്ചു പോകുമോ? ആണോ? എങ്കിൽ നമുക്ക് ഇന്ന് തന്നെ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ മഞ്ജിമ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം? എന്തിനാണിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ഞങ്ങളെ സിനിമയ്ക്കെന്ന് പറഞ്ഞിട്ട് കൈലാസേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ കൈലാസ് പറയുന്നുണ്ട്, അയ്യോ ഇതിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗാണ്. എത്ര കാലമായെന്നറിയോ ഞാൻ ഈ ഒരു ബിസിനസ്സിൻ്റെ പിന്നിൽ കൂടെ നടക്കുന്നത്. 10 മിനിറ്റ് നിങ്ങൾ തിയേറ്ററിലെത്തി, സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയാം. അപ്പോൾ സ്വപ്നവലി ഒരു ജീവിതത്തിൻ്റെ പ്രശ്നമല്ലേ മോളെ, കൈലാസ് പൊക്കോട്ടെ, നമുക്ക് പോകാം. കൈലാസ് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വരാമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ശരി, അപ്പോൾ വേഗം ചെല്ലി, താഴെ കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടാളെയും കൂടിയിട്ട് പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മയൂരിയുടെ വീട്ടിലേക്ക് കൈലാസ് ചെല്ലുന്നൊരു ഭാഗമാണ്. അപ്പോൾ മയൂരി കൈലാസിനെ കാണുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇങ്ങോട്ട് മാറി നിൽക്കണേന്ന് പറഞ്ഞിട്ട് മയൂരിനെ പിടിച്ച് കളിച്ച് തള്ളിയിട്ട് അകത്തേക്ക് കയറാണ്. എന്നിട്ട് വീട് നോക്കിയിട്ട് ആഹാ സെറ്റപ്പ് വീടാണല്ലോ, വീട് മാറി താമസിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും നീ എന്നോട് എവിടെയാണെന്നൊന്നും പറഞ്ഞില്ല. എൻ്റെ കണ്ണ് വെട്ടിച്ച് ജീവിക്കാന്നാണല്ലേ നീ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വരാതെ അതെ എന്തായാലും അമ്മേനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അമ്മ എന്നെ ഒരു മകനായിട്ട് കണ്ടാൽ മതി. ഞാനാണ് മയൂരിക്ക് 2 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചത്. എന്തായാലും നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ സഹായിക്കാമെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, ഇക്കാലത്ത് ഇങ്ങനെ വിചാരിക്കുന്ന പിള്ളേരുണ്ടല്ലോ, മോനെ നല്ലത് വരട്ടെ എന്നൊക്കെ പറയട്ടോ. അതിനെന്താ അമ്മേ, കുറേ ചെകുത്താന്മാരുടെ ഇടയിലും നല്ല ചില ആൾക്കാരുണ്ട് എന്നൊക്കെ പറയട്ടോ. മയൂരിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കൈലാസം അമ്മനോട് പറയുന്നുണ്ട്, അമ്മേ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു മടിയും കാണിക്കാണ്ട് എന്നെ വിളിക്കണം കേട്ടോ. സ്വന്തം മകനെ പോലെ കരുതിയാൽ മതി. മയൂരി എൻ്റെ പെങ്ങളെ പോലെയാണ് എന്നൊക്കെ പറയട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മയൂരി ദേഷ്യത്തോട് കൂടിയിട്ട് നിൽക്കുകയാണേ. ശരി എന്നാൽ മയൂരി വായു എന്ന് പറഞ്ഞിട്ട് മയൂരിനെ വിളിച്ച് പോവുകയാണ്. എന്നിട്ട് മയൂരിനോട് ചോദിക്കാടി, എന്താടി നീ തീരുമാനിച്ചിരിക്കുന്നത്? നീ എനിക്കെതിരെ കളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മയൂരിക്ക് കാര്യം മനസ്സിലാവുന്നതെന്ന് ചോദിക്കാനാണ്. അതെ, നീ ഇന്ന് ഡോക്ടർ ഇഷിതിനെ കാണാൻ പോയിരുന്നോ എന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ മയൂരി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നീ ഡോക്ടർ ഇഷിതിനെ കാണാൻ പോയ കാര്യം വരെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് എവിടം വരെ പോയിട്ടുണ്ടെന്ന് നിനക്ക് ഊഹിക്കാലോ. നീ എന്നെ വെട്ടിച്ച് ജീവിക്കാനോ അല്ലെങ്കിൽ എനിക്കെതിരെ പരാതി കൊടുക്കാനോ ഡോക്ടർ ഷിവിനെ കൂട്ടുപിടിച്ച് എന്നെ തോൽപ്പിക്കാനോ വിചാരിക്കേണ്ട. അത് നടക്കൂല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? നിങ്ങളെന്നെ ഒന്നും ചെയ്യൂല എന്ന് പറയട്ടോ. അപ്പോൾ മയൂരിനോട് കൈലാസ് പറയുകയാണെങ്കിൽ നിന്നെ ഞാനൊന്നും ചെയ്യില്ല, പക്ഷേ നിൻ്റെ അമ്മയുടെ ജീവൻ ഞാൻ എടുക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മയൂരി പേടിക്കുകയാണ്. പോട്ടെ, അതൊക്കെ പോട്ടെ, നീ എന്തായാലും ചായ എടുത്തിട്ട് വരാൻ പറഞ്ഞു. മയൂരി ചായ എടുക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഉള്ളൊരു നടരാജ വിഗ്രഹത്തിൻ്റെ താഴെ ഒരു പൊതി വെക്കുന്നുണ്ട് കേട്ടോ. അതൊരു മയക്കുമരുന്നോ അങ്ങനെ എന്തോ ആവണം. അങ്ങനെ കൈലാസ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇഷിത രാത്രി വണ്ടുപിടിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആഷിത പറഞ്ഞ വിവരങ്ങളും മയൂരി പറഞ്ഞ വിവരങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യാം, ഇതിന് ഒരു സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്തും? മഹേഷിനോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളായി പോകുമല്ലോ. എന്തായാലും കൈലാസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മനസ്സിലാക്കുന്ന ഒരാളല്ല. അവൻ്റെ സ്വഭാവം അങ്ങനത്തേതാണ്. അവൻ ഈ നിരവധി പെണ്ണുങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ എന്തായാലും കൈലാസിനോട് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ ഇഷിത മനസ്സിലാലോചിക്കുകയാണ്. ഇതേ സമയം ഫ്ലാറ്റിലാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിനുള്ളിൽ കയറിയിട്ട് കൈലാസ് ഇരിക്കുകയാണ്. കൈലാസാണെന്നുണ്ടെങ്കിൽ ഇഷിത വരുന്നത് നോക്കിയിരിക്കുകയാണ്. ഇഷിത ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇഷിത വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും ഞാൻ സിനിമ തിയേറ്ററിലേക്ക് ചെല്ലുന്നു വിചാരിച്ചിട്ട് മഞ്ജിമ ഇരിക്കുന്നുണ്ട്. മോളെ മഞ്ജിമേ, ചേട്ടൻ അതിൽ വലിയ എൻജോയ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. നീയല്ല, നിന്നേക്കാളും വലിയ പെണ്ണുങ്ങൾ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഡോക്ടർ ഇഷിത. നീ എന്താ എന്നെ ഒരു ഞരമ്പ് രോഗിയായിട്ടാണോ കാണുന്നത് എന്നൊക്കെ എന്നെ മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ.
എന്തായാലും മഹേഷ് വരുമ്പോഴത്തേനും നിന്നെ ഞാൻ ശരിയാക്കും. മഹേഷ് എന്തായാലും നിന്നെ സ്പർശിച്ചിട്ട് പോലുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ മഹേഷിൽ നിന്ന് അതൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയട്ടോ മനസ്സിൽ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിനോദ് മഹേഷിനോട് വിളിച്ച് ചോദിക്കുകയാണ് എയർപോർട്ടിൽ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ എന്ത് പണിയാണ് ഏട്ടാ കാണിച്ചത്? എന്നോട് പറയാൻ പറഞ്ഞതല്ലേ എയർപോർട്ടിലെത്തുമ്പോൾ ഞാൻ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞാണല്ലോ. നീ അവിടേക്ക് വരുമ്പോഴേക്കും എനിക്ക് ഫ്ലാറ്റിലെത്താടാ. ഓ ഏട്ടത്തിനെ കാണാനുള്ള ധൃതി ആയിരിക്കുമല്ലേ എന്ന് പറയട്ടോ. അങ്ങനെ ചിരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇഷിത വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോൾ ഫ്ലാറ്റ് പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടല്ലോ, താക്കോൽ വേറെ ഒരു ഇഷിതയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇഷിത ഇങ്ങനെ മനസ്സിലായിരിക്കും ചിലപ്പോൾ ചിപ്പി ഇവരെല്ലാവരും കൂടി വല്ല അമ്പലത്തിലെങ്ങാനും പോയതായിരിക്കും, ഫ്ലാറ്റ് പൂട്ടിയിട്ടുള്ളതുകൊണ്ട് ഇതിനുള്ളിൽ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാതിൽ തുറന്ന് അകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്തതിന് ശേഷമാണ് ഇഷിത ഡ്രസ്സ് മാറാനായിട്ട് നോക്കുന്നത്. പക്ഷേ പെട്ടെന്ന് പിന്നിൽ നിന്നൊരു കൈ വന്നിട്ട് ഇഷിതനെ പിടിക്കുകയാണ്. കൈലാസാണ്. അപ്പോൾ കൈലാസ് അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ റൂമിൽ. കൈലാസിനെ കണ്ട വഴിക്ക് ഇഷിത ഞെട്ടിത്തരിക്കുകയാണ്. ഇറങ്ങി പോടാ എൻ്റെ റൂമിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ കൈലാസ് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നീ പേടിക്കേണ്ട. നീ എന്താ എന്നെ ഒരു ഞരമ്പ് രോഗിയായിട്ടാണോ കണ്ടിട്ടുള്ളത്? പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല. നിന്നേക്കാളും നല്ല പെൺകുട്ടികൾ ഈ കയ്യിൽ കിടന്നിട്ടുള്ളതാണ്. നീ അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ഉടക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ഇഷിത എന്തൊക്കെ എടുത്തൊക്കെ എറിയുന്നുണ്ട്. അതിനുശേഷം ഇഷിത അയാളെ തള്ളിയിട്ടിട്ട് വാതിൽ തുറക്കാൻ പോകുമ്പോൾ പിടിച്ച് വലിച്ച് കൈലാസ് ബെഡിലേക്ക് ഇടാണ് ഇഷിതനെ. ബെഡിൽ നിന്ന് താഴത്തേക്ക് തലയിടിച്ച് ഇഷിത വീഴും. അങ്ങനെ ഇഷിതയുടെ അടുത്തേക്ക് കൈലാസ് ചെല്ലും. ഇഷിത ഇങ്ങനെ മരിച്ചതുപോലെ കെടുക്കാണ് കേട്ടോ. അപ്പോൾ വിളിച്ച് നോക്കിയിട്ട് ഇഷിത എന്ന് വിളിച്ച് നോക്കിയിട്ട് ഇഷിത മിണ്ടുന്നില്ല. ദൈവമേ മരിച്ചോ എന്നിങ്ങനെ മൂക്കിൽ ശ്വാസം ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. മരിച്ചു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കൈലാസ് പുറത്തേക്ക് ഓടുന്നുണ്ട് കേട്ടോ. പുറത്തേക്ക് ഓടി വന്നിങ്ങനെ നിൽക്കുന്ന വഴിക്കാണ് മഹേഷ് കാർന്നു. ദൈവമേ ഇവൻ വന്നോ, ഇവൻ ഇത്ര പെട്ടെന്ന് വന്നോ എന്നിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. അതിനുശേഷം മഹേഷ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ കൈലാസിനെ കാണുമ്പോൾ അളിയനോ, അളിയൻ എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല ഞാൻ പിന്നെ എന്നൊക്കെ പറയൂട്ടോ. പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അളിയ വാ നമുക്ക് ഫ്ലാറ്റിലേക്ക് ഇല്ല ഞാനില്ല, വായു അളിയാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇങ്ങനെ തോളിൽ പിടിച്ചതിന് ശേഷം കൈലാസിനെ കൊണ്ട് ഉള്ളിലേക്ക് പോകുകയാണ്. ഫ്ലാറ്റിലെത്തിയിട്ട് ഇവിടെ ആരും കാണുന്നില്ലല്ലോ, ഇവരെവിടെ പോയി ഇങ്ങനെ ചോദിക്കാനിട്ട്. അപ്പോൾ അതെ അവരെല്ലാവരും കൂടെ സിനിമയ്ക്ക് പോയിരിക്കുകയാണ്. ആണോ, എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോയിരിക്കുകയാണോ? അതെ എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോയിരിക്കുകയാണ് എന്ന് പറയൂട്ടോ. അപ്പോൾ എന്തായാലും ഇഷിത വന്നിട്ടുണ്ടാവുമോ? ഇഷിത എന്താവും നേരം വൈകുന്നത്, എന്തായാലും ഇഷിതയ്ക്കൊന്ന് വിളിച്ച് നോക്കാം എന്നൊക്കെ ഇങ്ങനെ മഹേഷ് ഇങ്ങനെ പറയുന്നുണ്ട്. ആകെ ഞെട്ടലിൽ നിൽക്കാൻ കേട്ടോ കൈലാസ്. മഹേഷ് ആണെന്നുണ്ടെങ്കിൽ മുറിയിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോവുകയും ചെയ്യും. ഈ സമയത്താണ് അവിടേക്ക് മഞ്ജിമയും സ്വപ്നവല്ലിയും വരുന്നത്. നല്ല ആളാണ്. ഞങ്ങൾ തിയേറ്ററിലാക്കിയിട്ട് ഏട്ടൻ രക്ഷപ്പെട്ടല്ലേ അവിടെ നിന്ന്. അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞ് ഞങ്ങളുടെ സമയം കളഞ്ഞതിന് ഞാൻ നിനക്ക് തരുന്നുണ്ട്, അപ്പോൾ എന്താ പടം കൊള്ളില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മഹേഷ് പുറത്തേക്ക് വരുമ്പോൾ കൈലാസ് ആണെങ്കിൽ പേടിച്ച് വരച്ച് കേട്ടോ. ഇഷിത അവിടെ കട്ടലിൻ്റെ അടിയിൽ താഴെ വീണ് കിടക്കുന്നത് മഹേഷ് കണ്ടിട്ടുണ്ടാവുമോ എന്നിങ്ങനെ ആലോചിച്ചിട്ട്. എന്നിട്ട് ഇഷിത വന്നിട്ടില്ലല്ലോ, ഇഷിത എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി പറയണം, അവൾ എവിടെയാണ്, ആരുടെ കൂടെയാണെന്നൊക്കെ ആർക്കറിയാം, അമ്മ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് മഹേഷ് ചോദിക്കുകയാണ്. ഞാനങ്ങനെ പറഞ്ഞുള്ളൂ, അവൾ പോകുന്നതും വരുന്നതൊന്നും ഒരാളോട് പറയുന്നില്ലല്ലോ. അങ്ങനെ ഫോൺ എടുക്കാൻ കേട്ടോ മഹേഷ് ഫോൺ എടുത്തിട്ട് ഇഷിതനെ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ ഇങ്ങനെ താഴ്ത്തു വയ്ക്കും. അപ്പോൾ സ്വപ്നവല്ലി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി പറയുന്നത് പോലെ തന്നെ പറയാനായിട്ട് അവൾ ആരുടെ കൂടെ പോയെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് കാണിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഇഷിത ഇങ്ങനെ ബോധമൊന്നും ഇല്ലാതെ കിടക്കുന്നതാണ്. ഇത്രയും ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.